ചർച്ചകളല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഭീകരതയാണ്. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ തോക്കുകൾ തന്നെ സംസാരിക്കണം. ഇത് ഏതെങ്കിലും സിനിമയുടെ ഡയലോഗല്ല. ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ കമാൻഡർ മൂസ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന പച്ചയായിട്ടുള്ള സത്യമാണ്. സമാധാനത്തിന്റെ ഭാഷ പാകിസ്ഥാനും അവിടെയുള്ള ഭീകരർക്കും മനസ്സിലാകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വെല്ലുവിളി കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് ഭാരതത്തിന് നേരെ അവർ പ്ലാൻ ചെയ്യുന്ന പുതിയ യുദ്ധമുറയുടെ തുടക്കമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പഹൽഗാമിൽ 26 നിരപരാധികളെ കശാപ്പ് ചെയ്ത ആവേശത്തിലാണ് ലഷ്കർ ഭീകരർ വീണ്ടും ഇപ്പോൾ തലമുക്കുന്നത്. ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചിട്ടുള്ള കൊലപാതകങ്ങൾക്ക് ആഹ്വാനം നൽകുന്നതിലൂടെ വർഗീയമായ ഒരു ധ്രുവീകരണമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പിന്നിൽ പാക് സൈന്യത്തിന്റെ വ്യക്തമായ പിന്തുണ ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അസീം മുനീർ ഫീൽഡ് മാർഷലായി അധികാരം ഉറപ്പിച്ചതോടെ അതിർത്തിയിൽ ഡ്രോൺ നീക്കങ്ങളും ഭീകര പ്രവർത്തനങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ട കുറ്റപത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള കൊടും കുറ്റവാളികൾ പാകിസ്ഥാനിൽ ഇരുന്ന് ഭാരതത്തിന്റെ മണ്ണിൽ ചോരപ്പൊഴിവെടുക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം കണ്ട ഡ്രോണുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭീഷണി അവർ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം പാകിസ്ഥാൻ മറന്നുപോകുന്നുണ്ട്, ഇത് പഴയ ഭാരതമല്ല. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അവരുടെ നട്ടലൊടിച്ചത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിലെയും POKയിലെയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞത്. ഒപ്പം അവരുടെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും. യൂസഫ് അസർ ഉൾപ്പെടെ 100-ലധികം ഭീകരരെയാണ് നമ്മുടെ സൈന്യം യമപുരിക്ക് അയച്ചത്. നമ്മുടെ ആകാശത്തേക്ക് പാകിസ്ഥാൻ അയച്ച മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം നിഷ്പ്രഭമാക്കി. എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ നിരയെ തകർത്തത് ലാഹോറിനെ പോലും നിശബ്ദമാക്കാൻ ഇന്ത്യൻ കാമിക്കേസ് ഡ്രോണുകൾക്ക് കഴിഞ്ഞു. പാകിസ്ഥാന്റെ 11 സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ കടന്നാക്രമണം ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ലോകം കണ്ടതാണ്. ഇന്ത്യൻ സൈനിക മേധാവികൾ പണ്ട് പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് ഈ തിരിച്ചടികൾ തെളിയിക്കുന്നു. ലഷ്കർ കമാൻഡർമാർ എത്രയൊക്കെ ഭീഷണി മുഴക്കിയാലും അതിർത്തി കടന്നു വരുന്ന ഓരോ വെടിയുണ്ടയ്ക്കും ഇന്ത്യ നൽകുന്ന മറുപടി അത്യന്തം മാരകമായിരിക്കും. ചർച്ചകൾ കൊണ്ട് ഭീകരത അവസാനിക്കില്ലെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭീകരതയെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ഭാരതത്തിന് നന്നായിട്ട് അറിയാം. കാശ്മീരിന്റെ മണ്ണിൽ ഇനി ഒരു ഭീകരന്റെയും കാൽപ്പാടുകൾ അവശേഷിപ്പിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ രാജ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.